അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതായത് മക്കയിലായിരിക്കുമ്പോൾ ഒരു ഗതിയും പരഗതിയില്ലാത്ത സമയത്ത് ഖുറൈശികളോട് രമ്യതയിൽ പോകാൻ ആഗ്രഹിച്ച സമയത്ത് ഇറങ്ങിയ സൂക്തമാണ്. അത് മദീനയിൽ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് അതായത് നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ കളവുകൾ മാത്രം പറയുക, അതാണ് നിരീശ്വരവാദികൾ. ഇവിടെ ഇദ്ദേഹം പറയുന്ന നോക്ക്, ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ്, ഒരു ഗതിയും പരഗതിയും മക്കയിലില്ലായിരുന്നപ്പോൾ അവതരിപ്പിച്ച ആയത്താണത്. എന്ത്? കണ്ടെടുത്ത് വെച്ച് കൊല്ലുക, യുദ്ധം ചെയ്യുക. അപ്പം ശത്രുക്കളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക. അതല്ലെങ്കിൽ അവരോട് പൈസ മേടിച്ചിട്ട് അവരെ വെറുതെ വിടുക. ഇതെപ്പോൾ ഇറങ്ങിയ ആയത്താണ്? മക്കയിൽ വെച്ചിട്ട്. മക്കയിൽ വെച്ച് അങ്ങനെ ഒരു യുദ്ധവും ആയത്തും ഉണ്ടാകും. മക്കയിൽ വെച്ച് അവതരിപ്പിച്ച ആയത്താണിത്. കണ്ടെടുത്ത് യുദ്ധം ചെയ്യുമ്പോൾ അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക, അല്ലെങ്കിൽ അവർ കീഴടങ്ങിയാൽ അവരോട് എന്ത് ചെയ്യണം? പൈസ മേടിച്ചിട്ട് അവരെ വെറുതെ വിടുക. അതെപ്പോഴാണ് ഈ ആയത്ത്? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തപ്പം അവതരിപ്പിച്ചത്. അതോടുകൂടി ഈ ആയത്ത് എന്ത് ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത്? അത് ക്യാൻസലാക്കി. ആ ആയത്ത് എന്ത് ചെയ്തു? അള്ളാഹു ക്യാൻസലാക്കി. എന്നിട്ട് പുതിയ ആയത്ത് അവതരിപ്പിച്ചു. എങ്ങനെയാണ് ഇയാളിങ്ങനെ? നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നിരീശ്വരവാദികൾ സത്യമാണെന്ന് കരുതും എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കളവ് അറിയാൻ കഴിയുന്നത്. അള്ളാൻ്റെ ഖുർആൻ്റെ ആയത്ത് ഓതിയിട്ട് പെരുന്നുണ പറയാം. ഇതാണ്, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തപ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിച്ച് യുദ്ധം ചെയ്യുക, എന്നിട്ട് അവരെ പിടിച്ചെടുത്തിട്ട് അവരോട് പൈസ മേടിച്ച് വെറുതെ വിടുക. ഈ ആയത്ത് അവസാനം എന്തായി? അള്ളാഹു തന്നെ ഈ ആയത്ത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മതം അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. എന്നാൽ അവർ വിരമിക്കുകയാണെങ്കിൽ അവരെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടില്ല. ഈ വിരമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് അല്ലാത്ത ഒരു വിരമിക്കലും യുദ്ധത്തിലില്ല. യുദ്ധം ചെയ്യുക, ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി വെറുതെ വിടുക. അതൊക്കെ ആദ്യഘട്ടത്തിൽ പൈസക്ക് ആവശ്യമുള്ള സമയത്താണ്. അവസാന ഘട്ടത്തിൽ അതുപോലും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പിന്നെ മനസ്സിലാവും. ഇനി മറ്റേ ആയത്തിൻ്റെ വിശദീകരണമാണ് ഈ ആയത്ത്. ഇല്ലെന്താ പറയുന്നത്? യുദ്ധം ചെയ്യുക, കണ്ടെടുത്ത് വെച്ച് കൊല്ലുക. യുദ്ധത്തിൻ്റെ നിയമം പഠിപ്പിക്കുകയാണ്. എന്താ? ഇതിൻ്റെ ശത്രുക്കളെ, യുദ്ധത്തിന് വരുന്ന ശത്രുക്കളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക. ഇനി അഥവാ അവർ വിരമിക്കുകയാണെങ്കിലോ എന്ത് ചെയ്യണം? അവരോട് പൈസ മേടിച്ചിട്ട് വെറുതെ വിടുക. ഈ ചങ്ങായി എന്താ പറഞ്ഞേ? അവർ വിരമിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? വെറുതെ വിടാം. വേറൊരു പരിഗണനയില്ല. മതം അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ യുദ്ധം ചെയ്യുക. ആ യുദ്ധം ചെയ്യുമ്പം അവർ ഒതുങ്ങിയാലോ അന്നേരം എന്ത് ചെയ്യാനാണ് ഖുർആൻ പറഞ്ഞത്? അവരോട് പൈസ മേടിച്ച് വെറുതെ വിടാൻ. ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു മാർഗവുമില്ല. ഇസ്ലാം മതം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുക എന്നല്ലാതെ വേറെ ഖുർആൻ മറ്റേ ആയത്ത് അള്ളാഹു ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ ആയത്താണ് നിലവിലുള്ളത്. കാഫിരിങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നില്ല, അല്ലെങ്കിൽ അവർ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുക. കാരണം എന്താണ്? അന്ന് ശത്രുക്കൾ എന്ത് ചെയ്യണം? പൈസ മേടിച്ചിട്ട് വെറുതെ വിടുക. അന്നവരോട് പൈസ മേടിക്കുക, വെറുതെ വിടുക. കാരണം എന്താണ്? അന്നൊരു ഗതിയുമില്ല, പരഗതിയുമില്ല. റസൂലിൻ്റെ അടുത്ത്, മുഹമ്മദ് നബിൻ്റെ അടുത്തും കൂട്ടരുടെ അടുത്ത് ഒരു പൈസയും ഇല്ലാത്ത കാലത്ത് അവതരിപ്പിച്ച ആയത്തത് അവരെ വെറുതെ വിടുവാൻ. രണ്ടാമത് അതോടുകൂടി ആ ആയത്ത് അള്ളാഹു ക്യാൻസൽ ചെയ്തു.
പിന്നെ രണ്ടാമത് അവതരിപ്പിച്ച ആയത്താണ് കാണുന്നിടത്ത് വെച്ച് കൊല്ലുക. പിന്നെ അവർ ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ, വിരമിക്കുക എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുക. വേറെ അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. എങ്ങനെ ഈ നിരീശ്വരവാദികൾ ഇത്ര കളവ് പറയുന്നവരായി മാറിപ്പോയി? കളവല്ലാതെ ഒരു നിരീശ്വരവാദി എന്ന് പറയുന്ന ഒരുത്തനുണ്ടോ അവൻ കളവേ പറയും. ഇവിടെ നോക്കിങ്ങൾ ഈ ആയത്ത് അവതരിപ്പിച്ചതിൽ ശേഷം മദീന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തായി. മക്കയും പിടിച്ചടക്കി. മക്കയും മദീനയൊക്കെ റസൂലിൻ്റെ കയ്യിൽ വന്നു വിജയം. അങ്ങനെ മക്ക വിജയത്തോടു കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പ്രഖ്യാപിച്ച്? അബൂ സുഫിയാൻ. ആരാ അബൂ സുഫിയാൻ? എല്ലാ യുദ്ധത്തിലും നേതൃത്വം നൽകിയ ആളാണ് അബൂ സുഫിയാൻ. ഇപ്പോൾ റസൂലിൻ്റെ അവസ്ഥ എന്താണ്? മദീനയും മക്കയും ഒക്കെ റസൂലിൻ്റെ അടുത്താണ്. സൗദി മുഴുവൻ റസൂലിൻ്റെ കയ്യിലാണ്. അധികാരവും പട്ടാളവും ഭരണവും ഒക്കെ റസൂലിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഈ ആയത്ത് പ്രകാരം ഈ നിരീശ്വരവാദി പെരുന്നുണ പറഞ്ഞത് പ്രകാരം എന്തായിരിക്കണം? ഈ നിരീശ്വരവാദിയുടെ ഈ പെരുന്നുണപ്രകാരം എന്ത് ചെയ്യണം റസൂൽ? അബൂ സുഫിയാൻ എന്താ ചെയ്യണ്ടേ? കൊന്നുകളണ്ടേ? ഒന്നുകിൽ അബൂ സുഫിയാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കണം, അല്ലേ കൊന്നുകളാണ്. ഇതല്ലേ റസൂൽ ഈ ആയത്ത് ഈ പെരും കളവ് ഈ നിരീശ്വരവാദി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യണ്ടേ? അബൂ സുഫിയാന ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരിക, അല്ലെങ്കിൽ കൊന്നുകളാണ്. എങ്ങനെ ഇവരിങ്ങനെ വെറും നുണ മാത്രം പറയുക? ഉളുപ്പും നാണവും ലജ്ജയില്ലാതെ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നൊരു ബോധം പോലുമില്ലാതെ അബൂ സുഫിയാൻ റസൂൽ എന്താ ഇത്? റസൂൽ പ്രഖ്യാപിക്കുകയാണ്, ഇന്നത്തെ ദിവസം മക്കം ഫത്തേൻ്റെ മക്കം വിജയിച്ചിരിക്കുന്നു, സൗദി അറേബ്യ മുഴുവൻ റസൂലിൻ്റെ കയ്യിലായിരിക്കുന്നു, ഭരണവും പട്ടാളവും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കയ്യിലായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കാഫിരീങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നുകിൽ കൈബാലയത്തിലേക്ക് വരിക, അല്ലെങ്കിൽ അബൂ സുഫിയാൻ്റെ അടുത്തേക്ക് പോവുക. മുസ്ലിങ്ങളാകുന്ന കാഫിരീങ്ങളോട് പറയുകയാണ്, മുസ്ലിങ്ങളാകുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈബാലയത്തിലേക്ക് പോയി കയറിക്കുക. അതല്ല നിങ്ങൾ മുസ്ലിം ആകാൻ തയ്യാറില്ലേ? അബൂ സുഫിയാൻ്റെ വീട്ടിലേക്ക് പോടും. ഇത് ചരിത്രത്തിലുള്ള ഇതറിയാത്ത ഒരുത്തനുണ്ടാവില്ല. ഇസ്ലാമിനെ പറ്റി ഒരല്പബുദ്ധി ഉണ്ടാവും, എനിക്കിതറിയാലോ. അങ്ങനെ ആ അബൂ സുഫിയാൻ ഇങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അബൂ സുഫിയാൻ എന്താ ചെയ്തത്? മുസ്ലിമായി പേടിച്ചിട്ടല്ല. അബൂ സുഫിയാൻ്റെ വീട്ടിൽ കയറുന്ന കാഫിര്യങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രയും സ്വാതന്ത്ര്യം നൽകി, അത്രയും കാഫിര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി. അവരെ തലവെട്ടുകയല്ല ഇത്, അവരെ തലവെട്ടുകയല്ല ചെയ്തത്. ഇതൊന്നും നിരീശ്വരവാദികൾ ഛർദ്ദിച്ച് കൊടുക്കുന്നത് വാരി വിഴുങ്ങിയിട്ട് അതുകൊണ്ട് ഇവിടെ ലോമോഷൻ നടത്തുന്നത് അത് സത്യമാണെന്ന് അനുയായികൾ, നിരീശ്വരവാദികളുടെ അനുയായികൾ വിശ്വസിക്കും എന്നുറപ്പുള്ളത് കൊണ്ടല്ല ഈ ജാതി പേരുന്നുണ പറയാൻ ഈ നിരീശ്വരവാദികൾക്ക് സാധിക്കുന്നത്.